വെള്ളിപ്പളുങ്കു തുള്ളുന്ന നിന്റെ കണ്ണിൽ വിടന്ന ഗാനം തുള്ളിക്കളിക്കുമെന്നെന്നും എന്റെ ഉള്ളിൽ തരംഗമായി. വെള്ളിപ്പളുങ്കു തുള്ളുന്ന നിന്റെ കണ്ണിൽ വിടന്ന ഗാനം തുള്ളിക്കളിക്കുമെന്നെന്നും എന്റെ ഉള്ളിൽ തരംഗമായി. ഒരു ലോകം ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമകളിൽ ഉതിരും ചുംബനങ്ങൾ എൻ പൊൻകിനാവേ. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ എന്നോമലാളെ. എനിക്കും നിനക്കും ഒരു ലോകം. യോഗയൊക്കെ ഒരുപാട് ചെയ്യുന്ന പറയുന്നില്ല, എന്താണ് സംഭവം? അത് പിന്നെ എന്റെ മുഖത്ത് തേജസ് കാണുമ്പോ മനസ്സിലാവില്ലേ യോഗ ചെയ്യോ. ഗായത്രി കയറി വന്നപ്പോ തന്നെ എം ജി അണ്ണൻ പറഞ്ഞു എന്തൊരു തേജസ് മുഖത്ത്. गोरी 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 कभी कभी कहीं कहीं चोरी चोरी देखो देखो हम दोनों मीठे हैं सुन सुन दिल की जो गीत है अरे सुनने पाए इन्हें ना कोई हमारे सिवा. रघुवंशसुधा बुधिचन्द्रश्री रघुवंशसुधा बुधिचन्द्रश्री. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 വിജയിയെ കാത്തിരിക്കുന്നു. ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്ന 1 കോടി രൂപ വിലയുള്ള സാൻഡ്രോക്ക് മെജസ്റ്റിക് വില്ല തിരുവനന്തപുരത്ത്. മദ്യപാനത്തിന്റെ നടുക്കയത്തിൽ വീണ് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ വഴിയാധാരമാകുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു വിചാരണ. മദ്യപനെ രക്ഷപ്പെടുത്തുവാൻ വ്യാജ മരുന്നുകളും കേരളത്തിൽ വ്യാപകമാകുന്നു. ഞാൻ തന്നെ വളരെ വളരെ സിൻസിയറായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി കുടിക്കില്ല, പക്ഷെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇല്ല, ആ തീരുമാനത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം എനിക്ക് സൂയിസൈഡ് ചെയ്യേണ്ട ഗതിയായിട്ട് അവസ്ഥ വന്നപ്പോഴാണ് ഇതൊരു ഡിസീസ് ആണെന്ന് മനസ്സിലായി. പൊളിറ്റീഷ്യന്റെ സ്റ്റാൻഡേർഡാണ് ഇവിടുത്തെ പ്രശ്നം. രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഒരു സൈഡിൽ കൂടെ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് സാമ്പത്തിക സഹായം കൊടുക്കുക, മറു സൈഡിൽ കൂടെ കോടിക്കണക്കിന് രൂപ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് കൂടുതൽ കൂടുതൽ മദ്യഷാപ്പുകൾ കൂടുതൽ തുറന്നുകൊണ്ടിരിക്കുക. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ നോക്കുന്നതാണ്. ശനിയാഴ്ച രാത്രി 10 മണിക്ക് ലക്ക് കെട്ട കുടിയനും ലക്കുള്ള വ്യാജനും അവസാന ഭാഗം. സീതാറാം നരസിംഹ ഹെയർ ഓയിൽ നമ്മൾ തമ്മിൽ സമർപ്പിക്കുന്നത് സീതാറാം നരസിംഹം ഹെയർ ഓയിൽ. താരൻ, മുടികൊഴിച്ചിൽ, അകാലനര എന്നിവയകറ്റി മുടിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു. വലേറോ വെസ്റ്റേൺ ബ്രേവ്സ് ഫ്രം ദ ഹൌസ് ഓഫ് വി സ്റ്റാർ. jobsomega.com. സ്റ്റാർ പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ്. മുത്തൂറ്റ് പാപ്പച്ചന്ദ്രു, വിശ്വസ്തതയുടെ പുതിയ നിറം. Shri and Gayatri, it's a beautiful song. നിങ്ങളുടെ പാടിയത് ശ്രീയേട്ടൻ ആൻഡ് സുജാത ചേച്ചി അല്ലേ? മ്യൂസിക് ഡയറക്ടർ ആരാണ്? സുന്ദർരാജ്. ലവ്ലി. എങ്ങനെയുണ്ടായിരുന്നു ഗായത്രി? ശ്രീന്റെ പാട്ട് ശ്രീ അസലായി പാടി. ഞാൻ ചിത്ര ചേച്ചിയും ശ്രീകുമാർ സാറും ശരത് സാറിനെയൊക്കെ കണ്ടിങ്ങനെ വയറിൽ ഫുൾ ബട്ടർഫ്ലൈസ് ആയിട്ട് ഇങ്ങനെ വരച്ചാ പാടുണ്ടായിരുന്നു. ഇറ്റ്സ് ക്രേസി അല്ലേ? ഇവിടെ സംസാരിക്കാനൊക്കെ കുഴപ്പമില്ല, പാട്ടെന്ന് പറയുമ്പോൾ നാച്ചുറലി യു ഹാവ് സച്ച് ഗ്രേറ്റ് മ്യൂസിഷ്യൻ സിറ്റിംഗ് ബിഫോർ യു. അത് ആ പേടി ജീവിതത്തിൽ മാറില്ല. അവര് സ്വീറ്റ് ഹാർട്ട്സ് ആർ ആബ്സല്യൂട്ട് സ്വീറ്റ് ഹാർട്ട്സ്. അപ്പൊ ശ്രീയേട്ടാ? ശ്രീനാഥ്, ഗായത്രി നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമായിരുന്നു. വെരി ഗുഡ്. മാത്രമല്ല ഗായത്രി ഇപ്പൊ ഒരുപാട് സിനിമയിലൊക്കെ പാടുന്നില്ലേ? ലേറ്റസ്റ്റ് ഏതാണ്? ഋതു പുലരുമോ, അതായിരുന്നു. ഇപ്പം അതിനൊരു അവാർഡ് കിട്ടിയ. എന്താണ് ഈ യോഗയൊക്കെ ഒരുപാട് ചെയ്യുന്ന പറയുന്നില്ല, എന്താണ് സംഭവം? അത് പിന്നെ എന്റെ മുഖത്ത് തേജസ് കാണുമ്പോ മനസ്സിലാവില്ലേ യോഗ ചെയ്യോ. രഞ്ജിനിയുടെ കാര്യമൊന്നും മെലിയാൻ എനിക്ക് പറ്റില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി വേറെ സാധനമൊക്കെ ഉണ്ട്.
അതിന് ഇത്രയും കഷ്ടപ്പെട്ട് യോഗയും വേറൊന്നും വേണ്ട. ഫിറ്റാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയാൽ മതി, ചോദിച്ചാൽ മതി, ഒരു ക്വാർട്ടർ വാങ്ങിച്ചങ്ങ് അടിച്ചാൽ മതി. അല്ലെങ്കിൽ വീട്ടിലേക്കും കൊണ്ടുതരും. അയ്യോ നാരായണ. എന്തായാലും നൈസ്. പിന്നെ ശ്രീനാഥ് നന്നായിരുന്നു. ശ്രീനാഥ്, എനിക്കിതിനു മുമ്പ് ഇത് തുടക്കത്തിൽ പറയേണ്ടത്, ഞാൻ സൗന്ദര്യ സാറിന്റെ കുടുംബത്തിനോട് ഞാനൊരു ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. കാരണം ഇത്രയും ഒരു പാവം മനുഷ്യനെ കാണില്ല. കാരണം രാജാ സാറിന്റെ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ എനിക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ ചിത്രയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു. ഞാൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സാറാണ്, സൗന്ദര്യ സാറാണ്. അദ്ദേഹം 1 or 2 പടമേ ചെയ്തിട്ടുള്ളൂ. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പടമാണ് അപ്പു. അതിനകത്ത് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയിട്ട് കൂത്തമ്പലത്തിൽ വെച്ചോ ഈ പാട്ട്. ഇത് കേട്ടവരെല്ലാം പറയുന്നേ, കാനഡ രാഗത്തിൽ ഈ കൂത്തമ്പലത്തിൽ വെച്ചോ 100 പേര് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചെയ്തതിന്റെ ഒരു എഫക്റ്റ് അത്രത്തോളം ഒരു പുണ്യ ആത്മാവായിരുന്നു. ഒരു നല്ല മനുഷ്യനും. നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ രാജാസാറിനോട് പാടാൻ പോകുമ്പോൾ പേടിച്ച് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കാല് വയ്ക്കാൻ വാങ്ങോ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചോണ്ട് പോയി അകത്തിരുത്തി നൊട്ടേഷനൊക്കെ പറഞ്ഞു തന്ന് ഇങ്ങനെ പാടിയാൽ മതി സമാധാനിപ്പിച്ച്, അതൊരു വലിയൊരു സംഭവമാണ്. കാരണം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സ്ഥലത്ത് പാടാൻ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അന്യോ എവിടെ പഠിക്കേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറയാൻ പേടിച്ചു. അത്ര ഈ വാസ് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. അപ്പൊ അതൊക്കെ ഞാനിപ്പോ ഈ സമയത്ത് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരുപാട് നന്മകൾ നേരുന്നു ഈ സമയത്ത്. പിന്നെ ശ്രീനാഥ് പാടിയതില് എന്നോമലാളെ എന്നുള്ള സ്ഥലം, പിന്നെ പൗർണമികൾ, തരംഗമായി, തുളുമ്പും പൗർണമി, ഞാൻ 4 സ്ഥലമാണ് പോയിരിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ്. കാരണം അത് ശ്രീനാഥിന് വിചാരിച്ചിരുന്നെങ്കിൽ ശ്രീനാഥിന് കറക്റ്റായിട്ട് പാടാൻ സാധിക്കുമായിരുന്നു. ബട്ട് ബാലൻസ് അതിനകത്ത് ഞാൻ വലിയ തെറ്റുകളൊന്നും കാണുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചിത്ര ചേച്ചി. ഗായത്രി അസലായിരുന്നു. ഗായത്രി നന്നായിട്ട് പാടി. എനിക്കൊരു ഇംപ്രവൈസേഷൻ ഒക്കെ ചെയ്തിരുന്നല്ലോ, നന്നായിരുന്നു, അസലായിരുന്നു. നന്നായിരുന്നു ശ്രീനാഥ് പാടിയത്. ഇന്ന് മെയിനായിട്ട് കുറെ സ്ലിപ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരിക്കൽ, തുളുമ്പും, പൗർണമികൾ പറഞ്ഞു, ലാസ്റ്റ് പല്ലവിയിൽ, മിഡിൽ പല്ലവിയിലത്തെ ഒരിക്കൽ ഒരു പ്രാവശ്യവും നേരെ വന്നിട്ടില്ല. അതൊന്ന് ക്ലീൻ ആവുന്നില്ലായിരുന്നു. പിന്നെ ഒരു വിടർന്ന ഗാനം സെക്കൻഡ് ചരണത്തില് തരംഗമായി. ഇത്രയും പോർഷൻസ് ആണ് എനിക്ക് ക്ലീൻ അല്ലാണ്ട് തോന്നിയത്. ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ശ്രീനാഥ് നന്നായിട്ട് പാടാൻ പറ്റും പാട്ട് കേട്ടോ. ശ്രീനാഥ് ചേട്ടാ, നൈസ് പെർഫോമൻസ്. താങ്ക് യു. നിങ്ങളുടെ 2 പേരുടെ കോമ്പിനേഷൻ വാസ് റിയലി ഗുഡ്. ദി ഫീമെയിൽ വോയിസ് യു ഹാവ് ഡൺ an excellent job. Thank you very much. ആൻഡ് ഈ ഒരു പാട്ട് ഒരിക്കൽ നീ ചിരിച്ചാൽ, ആക്ച്വലി ഞാൻ മലയാളത്തിൽ ആദ്യം വന്നപ്പോ എനിക്ക് മലയാളം അറിയില്ല. മലയാളം ഫീൽഡിൽ വന്നപ്പോൾ എനിക്ക് മലയാളം അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മലയാളം പഠിക്കാനായിട്ട് ഓരോ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട് സോങ്സ് കേൾക്കും, കുറേ സോങ്സ് കേൾക്കും. അപ്പൊ ഞാൻ ഒരുപാട് കേട്ട സോങ് ഈ ഒരിക്കൽ നീ ചിരിച്ചാൽ. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ്. ഓൾ ടുഗദർ ദി സെലക്ഷൻ ഓഫ് ദ സോങ്, യുവർ പെർഫോമൻസ് എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുണ്ടായിരുന്നു. എനിക്ക് ഒരേ ഒരു കോമ്പിനേഷൻ മാത്രം മനസ്സിലായില്ലേ, ആ മുണ്ട് ഒന്ന് ചെറിയതായിട്ട് പൊക്കി കാണിക്കുവോ? കുറച്ച് മതി. അതെന്താണ്, അത് ഷൂ ആണോ? അത്ര ആലോചിച്ചില്ല. ഭയങ്കര സ്റ്റൈലായിരുന്നു അത്. ബർമുഡ സെറ്റ് ക്ലാസിക്കൽ പാടുന്ന രീതിയിലായിരുന്നു. നല്ല സ്റ്റൈലാണ്. Anyway, wish you all the very best. Thank you. Thank you. ശരത് sir. ഗായത്രി സർ നന്നായിരുന്നു. കാര്യം ഗായത്രി കയറി വന്നപ്പോൾ തന്നെ എം ജി അണ്ണൻ പറഞ്ഞു, എന്തൊരു തേജസ് മുഖത്ത്. ഞാൻ എന്റേതായിരിക്കുന്ന കാര്യം ഞാൻ പൊങ്ങിയിരുന്നതാ. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. കണ്ടതിലെ സന്തോഷം ഗായത്രി. സുഖമല്ലേ ഗായത്രി? സുഖമാണ് സർ. ശ്രീനാഥേ സർ, നന്നായിരുന്നു മോനെ പാടി. താങ്ക് യു സർ. ആ ഒരിക്കൽ ഞാനത് വിചാരിച്ചു ഒരിക്കലും ശരിയാവത്തില്ലെന്നത് പാടിയാൽ ആദ്യം തെന്നി തുടങ്ങിയപ്പോ. അതൊന്ന് ശരിയായിക്കണം. പിന്നെ നിങ്ങൾ ചേർന്ന് പാടുന്ന ജനത്തിൽ നിനക്കും നല്ലത് ശ്രീനാഥിനെ കുറിച്ച് പിച്ചൗട്ടുണ്ട്. പിന്നെ തുണ്ട് പല്ലവി അതൊരിക്കൽ പിന്നെയും തെന്നിപ്പോയി. മനസ്സിലായോ ശ്രീനാഥിന് ഇതൊക്കെ? അതോ ഷൂവിൽ നിൽക്കുന്നുണ്ടൊന്നും മനസ്സിലായില്ലേ? സ്വഭാവം ഉണ്ടായിരുന്നോ? ഓക്കെ. പിന്നെ മോനെ, എനിക്ക് തരംഗമായി ഏതാണ് നോട്ട്? ചെറുതാണോ? ഉറപ്പാണോ? എനിക്കത് വലുതാണെന്ന് ഞാൻ തോന്നി. അത് ഞാൻ എം ജിയുടെ അടുത്ത്, അപ്പൊ എം ജിയുടെ പറഞ്ഞു വലുത് തന്നെ. അപ്പൊ നമുക്ക് പറഞ്ഞു ഞങ്ങളായിരിക്കും വലുതായത്. സ്വരം ചെറുത് തന്നെ. അതൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു കേട്ടോ മോൻ പാടുന്നത്. 2ന്റെ ഇടയ്ക്ക് കൊണ്ട് പാടിയിട്ട് അത് കുറച്ചും കൂടെ ക്ലാരിറ്റി. ഇനിയാണെങ്കിൽ ചെറിയ ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് പാടണം. ഇത് സ്പഷ്ടമായിട്ട് പാടും. തുള്ളിക്കളിക്കുമെന്നെന്നും എന്റെ ഉള്ളിൽ തരംഗമായി. ഓക്കെ വേണം.
കൊള്ളാം. അപ്പൊ എനിക്ക് ചേർന്ന് പാടുന്നത് അത് എനിക്ക് ചേർന്നിട്ടില്ല. പിന്നെയുള്ള പാടുന്ന അതിങ്ങനെ ശ്രുതി ആടി കളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീനാഥിന്. അപ്പൊ നന്നായിരുന്നു ശ്രീനാഥ്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ, ശ്രീന്റെ ലാസ്റ്റ് റൗണ്ട് അതിലെ മാർക്സ് അറിയാം. ബാല, ഔട്ട് ഓഫ് 10? Srinath, I'm giving you 8. 8 on 10. Chitra Chechi? 23. 23. Sharita? 23. 23. And Shriyata? 23. 23. Total marks.